ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചീര വെച്ചിട്ട് ഒരു അടിപൊളി ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. ഈ ചീര കഴിക്കാനൊക്കെ മടിയുള്ള കുട്ടികൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐഡിയയും കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ചീര നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊന്നുമില്ലാതെ നമ്മൾ നല്ലപോലെ വെള്ളമൊക്കെ കുടഞ്ഞെടുക്കണം കേട്ടോ. ഇത് മുള്ളൻചീരയാണ് കേട്ടോ. നമ്മുടെ വീട്ടിൻ്റെ പരിസരത്തൊക്കെ ഉണ്ടാവുമല്ലോ പച്ച മുള്ളൻചീര, അതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചുവപ്പ് ചീരയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ചീരയൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഓയിലോ എടുക്കാവുന്നതാണ്. എണ്ണ നല്ല പോലെ ചൂടായ ശേഷം അതിലേക്ക് ഒരു നുള്ള് ചെറിയ ജീരകവും അതുപോലെ തന്നെ കുറച്ച് വലിയ ജീരകം, ഒരു 1/4 ടീസ്പൂൺ മതിയാവും കേട്ടോ വലിയ ജീരകം. അതുപോലെ തന്നെ ചെറിയ ജീരകം ഒരു നുള്ള് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് പരിപ്പാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂണോളം അളവിൽ പരിപ്പ് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഈ ഒരു സാദാ പരിപ്പിന് പകരം നിങ്ങൾക്ക് കടലപ്പരിപ്പോ അല്ലെങ്കിൽ ഉഴുന്ന് പരിപ്പോ ചേർക്കാവുന്നതാണ്. ഇതെല്ലാം നല്ല പോലെ തന്നെ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 4-5 ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതും നല്ല പോലെ തന്നെ ഒന്ന് എണ്ണയിൽ മൂപ്പിച്ചെടുക്കുക. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് എത്രയാണോ എരിവ് വേണ്ടത് നോക്കിയിട്ട് പച്ചമുളകിൻ്റെ അളവൊക്കെ കൂട്ടിയും കുറച്ചിട്ടൊക്കെ എടുക്കുക. ഇനിയിപ്പോൾ കുഞ്ഞു കുട്ടികൾക്കൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പച്ചമുളകിൻ്റെ അളവൊക്കെ ചെറിയൊരു കഷ്ണമൊക്കെ ഇട്ടാൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇതും നല്ല പോലെ തന്നെ ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3-4 കൊത്ത് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിരവിയത് വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് അരച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ തേങ്ങാക്കൊത്താണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാതും നല്ല പോലെ തന്നെ നമ്മളിപ്പോൾ എണ്ണയിൽ വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്ത ചീരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലിപ്പോൾ വെള്ളമൊന്നും ചേർക്കാതെ വേണം കേട്ടോ ചീര വേവിച്ചെടുക്കാനായിട്ടും. അപ്പോൾ ഇനി ഇത് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. വെന്ത് കഴിയുമ്പോൾ ഈ ഒരു ചീര നല്ലപോലെ ചുങ്ങിയിട്ട് നമ്മുടെ ഈ ഒരു തവിക്ക് ഒരു തവിയായിട്ടാണ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 2 കൈപ്പിടിയൊക്കെ ചീരപ്പോൾ എടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് എത്രയാണോ ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചിട്ടൊക്കെ ചീരയുടെ അളവ് കൂട്ടിയിട്ടൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ തന്നെ ഞാൻ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ചീര നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ല, നമ്മൾ ഇട്ട് കൊടുത്ത ചീരയൊക്കെ നല്ല പോലെ ചുങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കുക. ചൂടാറിയ ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലൊരു പാത്രത്തിലേക്ക് 2 കപ്പ് അളവിൽ ഇഡലി ദോശയ്ക്ക് എടുക്കില്ലേ, ആ ഒരു മാവാണ് കേട്ടോ. ഞാനിവിടെ 2 കപ്പ് അളവിൽ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്ത ആ ഒരു ചീരയുടെ കൂട്ടുണ്ടല്ലോ അത് മൊത്തത്തിൽ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അധികം വെള്ളമൊന്നും ചേർക്കാതെയാണ് കേട്ടോ ഞാനിത് അരച്ചെടുത്തത്. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഇഡലി ദോശ മാവിൽ വെള്ളം ഏറിപ്പോവും. അതുകൊണ്ടാണ് നമ്മൾ വെള്ളം അധികം ഒന്നും ചേർക്കാതെ അരച്ചെടുക്കാൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ അത് ചീരയൊക്കെ അരച്ചെടുത്തത് മൊത്തത്തിൽ ഒരു മാവിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ചീരയിൽ നമ്മൾ ഉപ്പിട്ടിട്ടാണ് വേവിച്ചെടുത്തത്, അതുകൊണ്ട് ഇനി മാവിൽ ഉപ്പൊക്കെ പാകമാണെന്ന് നോക്കിയിട്ട് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി ഇത് നമുക്കിനി ചുട്ടെടുക്കാം കേട്ടോ. ചീരയൊക്കെ കഴിക്കാനായിട്ട് കുട്ടികൾക്ക് ഒരുപാട് മടിയാണ് കേട്ടോ. വേറെ എന്താണെങ്കിലും ചീര, മുരിങ്ങ എന്നുള്ള സംഭവമൊക്കെ നമ്മുടെ മക്കൾക്ക് മടികളാണ്. ഇവിടെ എൻ്റെ 2 മക്കളും ഈ ഒരു ചീര കഴിക്കാൻ നല്ല മടിയാണ് കേട്ടോ. അപ്പോൾ അവർക്ക് ഞാൻ ചെയ്തു കൊടുക്കുന്നത് ഇതുപോലെയാണ്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ കഴിച്ചോളും. അവർക്ക് ഇതിന് പറ്റിയ തേങ്ങാ ചമ്മന്തിയോ അല്ലെങ്കിൽ മുളക് ചമ്മന്തിയൊക്കെ അരച്ച് കൂടെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ കഴിച്ചോളും കേട്ടോ. അപ്പോൾ അതാ ഞാൻ ചൂടായ പാനിലേക്ക് മാവ് ഒഴിച്ച് കൊടുത്തിട്ട് നല്ല തിന്നായിട്ട് തന്നെ ദോശ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ, ചിലപ്പോൾ ചില കുട്ടികൾക്ക് നെയ്യിൻ്റെ ആ ഫ്ലേവർ ഒന്നും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ കുറച്ച് ഓയിലോ ആക്കി കൊടുക്കുക. എല്ലാ സൈഡും നല്ല പോലെ മൊരിച്ച് നമ്മളെങ്ങനെയാണോ ഈ റോസ്റ്റും ദോശയൊക്കെ ചുട്ടെടുക്കുക നല്ല പോലെ മൊരിച്ചിട്ട് അതുപോലെ തന്നെ ചുട്ടെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ട്. ഇനി ഇതൊന്നും ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 സൈഡൊന്നും മൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ നമ്മുടെ ഈ ഒരു ചീരയുടെ ആ പച്ച ചൊവയോ അല്ലെങ്കിൽ ആ പച്ച മണോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നല്ലൊരു മസാലയുടെ ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. നമ്മളിത് ചീര കൊണ്ട് ഉണ്ടാക്കിയാണെന്നേ തോന്നില്ല. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കുറച്ച് കളർഫുള്ളായി കൊടുക്കുകയും ചെയ്യുക, അവർ കഴിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ദോശ നല്ല പോലെ ഇവിടെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് എടുത്ത് മാറ്റാം. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം കേട്ടോ.
ഒരു ദോശൻ്റെ കൂടെ അവർക്ക് എന്താണോ ഫേവറേറ്റ് കൂടെ കഴിക്കാനായിട്ട് തേങ്ങാ ചട്ടണിയോ അല്ലെങ്കിൽ മുളക് ചമ്മന്തിയോ സാമ്പാറോ എന്ത് കറിയാണോ ഇഷ്ടം അതും കൂടെ വെച്ച് കൊടുത്തിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.